ഇനി സാധിക്കില്ല, പിന്മാറാൻ അനുവദിക്കണം. ഇസ്രായേൽ സേന കൈകൂപ്പി അപേക്ഷിക്കുകയാണ് ഇസ്രായേൽ തലവന്മാരോട്. എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മറ്റ് തലവന്മാർക്കും കുലുക്കമില്ല. അവർ ആജ്ഞാപിക്കുകയാണ്, യുദ്ധം തുടരൂ, ഇറാനെ തകർക്കൂ. അമേരിക്ക ഇസ്രായേൽ സഖ്യകക്ഷികളുടെ ഇറാൻ അധിനിവേശത്തിന് കൃത്യം 1 മാസം പൂർത്തിയാവുകയാണ്. ഇന്നും ഇറാനെ തോൽപ്പിക്കുവാനോ മുട്ടുകുത്തിക്കുവാനോ ഇസ്രായേലിന് സാധിക്കുന്നില്ല. ഇറാന്റെ 4-1 വലിപ്പം മാത്രമാണ് ഇസ്രായേലിനുള്ളത്. അമേരിക്ക എന്ന ആഗോള പോലീസിന്റെ പിന്തുണയാണ് ഇസ്രായേലിന്റെ ശക്തി. എന്നാൽ യുദ്ധം 1-ാം മാസം പൂർത്തിയാകുമ്പോൾ ഇസ്രായേലിന് നൽകുന്ന പതിവ് പിന്തുണകൾ അമേരിക്കയിൽ നിന്നുണ്ടാകുന്നില്ല. ഹോർമുസ് കടലിടുക്കിലെ ചില അമേരിക്കൻ കപ്പലുകൾ കടത്തിവിട്ടതോടെ ട്രംപ് ഇറാനുമായി സഖ്യമാകാമെന്ന ചിന്തയിലാണ് നിൽക്കുന്നത്. ഇതോടെയാണ് ഇസ്രായേൽ സൈനികരും പിന്മാറാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നത്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്ന് സൈനിക മേധാവിയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ഇത് ഇസ്രായേൽ സൈന്യത്തിന്റെ ദുർബലതയാണ് വിളിച്ചോതുന്നത്. സൈന്യം സ്വയം തകർന്നു വീഴുന്ന അവസ്ഥയിലാണെന്നും ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന അതീവ രഹസ്യമായ സെക്യൂരിറ്റി ക്യാബിനറ്റ് യോഗത്തിലാണ് 10 പ്രധാന റെഡ് ഫ്ലാഗ്സ് മുന്നറിയിപ്പുകൾ അദ്ദേഹം സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിലെ സൈനിക ക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ യുദ്ധകളത്തിൽ ഇസ്രായേലിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന് വേഗത്തിൽ ചൂണ്ടിക്കാണിക്കാം. ഭീമമായ സൈനിക ക്ഷാമമാണ് ഒന്നാമത്തെ കാര്യം. നിലവിൽ ഏകദേശം 12,000 സൈനികരുടെ കുറവാണ് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കുള്ളത്. ഇതിൽ 7,500 പേർ നേരിട്ട് യുദ്ധമുഖത്ത് പോരാടുന്ന സൈനികരാണ്. അടിയന്തരമായി 12,000 സൈനികരെ ഉടനെ വിന്യസിക്കണമെന്ന് സൈനിക മേധാവി പറയുമ്പോൾ അത് പക്ഷേ എങ്ങനെ സാധ്യമാകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ തലവന്മാർ ചോദിക്കുന്നുണ്ട്. റിസർവ് സൈന്യത്തിന്റെ തളർച്ചയാണ് മറ്റൊരു ഗുരുതര പ്രശ്നം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഗസ, ലെബനൻ, ഇറാൻ എന്നിങ്ങനെ വിവിധ യുദ്ധമുഖങ്ങളിൽ വിശ്രമമില്ലാതെ പൊരുതുന്ന റിസർവ് സൈനികർ ശാരീരികമായും മാനസികമായും തകർന്നിരിക്കുകയാണ്. പലരും തങ്ങളുടെ ജോലി ഉപേക്ഷിച്ചും കുടുംബത്തെ പിരിഞ്ഞും മാസങ്ങളായി യുദ്ധകളത്തിൽ തുടരുന്നത് വലിയ സാമൂഹിക പ്രശ്നമായി മാറുന്നുണ്ട്. അവരിൽ ഏറിയ പങ്കും ആയുധം താഴെവെച്ച് കീഴടങ്ങാൻ പോലും സന്നദ്ധത പ്രകടിപ്പിക്കുന്നത് അപകടമാണ്. ആവശ്യത്തിന് വിശ്രമവും കുടുംബവും സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാനുള്ള സാഹചര്യവുമാണ് അവർക്കായി ഒരുക്കേണ്ടതെന്നും സൈനിക മേധാവി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 4 മുന്നണികളിലെ യുദ്ധമാണ് മറ്റൊരു വിഷയം. ഗസ, ലെബനൻ, വെസ്റ്റ് ബാങ്ക്, ഇറാൻ എന്നിങ്ങനെ 4 ഭാഗത്തുനിന്നും ഒരേ സമയം ആക്രമണം നേരിടാൻ നിലവിലെ സൈനിക ശേഷി അപര്യാപ്തമാണ്. അതുകൊണ്ട് ഇത് പരിമിതപ്പെടുത്തണമെന്നും ആരെങ്കിലുമൊക്കെയായി സന്ധിയിൽ ഏർപ്പെടുകയും വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും വേണമെന്നുമാണ് മറ്റൊരാവശ്യം. നിയമപരമായ ചില തടസ്സങ്ങളുണ്ടെന്നും ഇസ്രായേൽ പ്രതിരോധ തലവന്മാരെ സൈനിക മേധാവി അറിയിക്കുന്നുണ്ട്. സൈനിക സേവനത്തിന്റെ കാലാവധി നീട്ടുന്നതിനും കൂടുതൽ പേരെ നിർബന്ധിതമായി സൈന്യത്തിൽ ചേർക്കുന്നതിനുമുള്ള ബില്ലുകൾ രാഷ്ട്രീയ തർക്കങ്ങൾ കാരണം വൈകുന്നത് പ്രതിസന്ധി ഇരട്ടിയാക്കുന്നു. ഇത് കാരണം പുതിയ ആളുകൾക്ക് സൈന്യത്തിൽ ചേരുന്നതിന് ചില തടസ്സങ്ങൾ മുന്നിലുണ്ട്. നിർബന്ധിത സൈനിക സേവനം തടഞ്ഞുവെക്കുന്നതും തിരിച്ചടിയാകുമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇസ്രായേലിലെ അൾട്രാ ഓർത്തഡോക്സ് യുവാക്കളെ സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സൈന്യത്തെ പ്രതിസന്ധിയിലാക്കിയത്. സൈന്യത്തിൽ ചേരാൻ പ്രായപരിധിയുള്ള ഈ വിഭാഗത്തിൽ നിന്നുള്ള 80,000-ഓളം യുവാക്കൾ മതപഠനത്തിന്റെ പേരിൽ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇവരെ നിർബന്ധിതമായി സൈന്യത്തിൽ ചേർക്കണമെന്ന് ഇയാൽ സമീർ ആവശ്യപ്പെടുമ്പോഴും നെതന്യാഹു സർക്കാരിലെ തീവ്ര വലതുപക്ഷ കക്ഷികൾ ഇതിനെ എതിർക്കുന്നത് സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുന്നുണ്ട്. സൈനിക മേധാവിയുടെ മുന്നറിയിപ്പ് ഏറ്റുപിടിച്ച സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. അടുത്ത ദുരന്തം സംഭവിക്കുമ്പോൾ തങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയാൻ സർക്കാരിന് കഴിയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് യാർ ലാപിഡ് ചൂണ്ടിക്കാട്ടിയത്. സൈനികരുടെ കുറവ് കാരണം അതിർത്തികളിൽ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടെന്നും ഇത് ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. അമേരിക്കൻ സഹായത്തോടെ ഇറാന്റെ 7,000 സൈനിക കേന്ദ്രങ്ങൾ തകർത്തതായി അവകാശപ്പെടുമ്പോഴും ഉള്ളിൽ നിന്നുള്ള ഈ മനുഷ്യവിഭവശേഷി തകർച്ച ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ ഭീഷണിയായി മാറുന്നുണ്ട്. സൈന്യം ആധുനികമാണെങ്കിലും അത് നയിക്കാൻ മതിയായ സൈനികരില്ലാത്ത അവസ്ഥ ഇസ്രായേലിന്റെ യുദ്ധതന്ത്രങ്ങളെ തെറ്റിക്കുന്നുണ്ട്.